കേരളത്തിലെ ജനങ്ങളെ ആകമാനം കണ്ണീരാറ്റിയ ഒരു സംഭവമായിരുന്നു നടൻ ശ്രീനിവാസന്റെ വേർപാട്. സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയും മോഹൻലാലും ശ്രീനിവാസനും സുരേഷ് ഗോപിയും ജയറാമും സത്യനന്ദിക്കാടും പ്രിയദർശനും ഒക്കെയുള്ള കൂട്ടുകെട്ട് അല്ലെങ്കിൽ ആ സുഹൃത്ത് വലയം നമ്മളൊക്കെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെങ്കിൽ മരണാനന്തര ചടങ്ങിൽ ജയറാമോ പാർവതിയോ അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ളവരാരും തന്നെ എത്തിയില്ല, അല്ലെങ്കിൽ പ്രേക്ഷകരോട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവെച്ചില്ല എന്നുള്ളത് ഒരു വളരെ മോശമായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കറിയാം, മറ്റൊരു നടന്മാർക്കും കിട്ടാത്ത കഴിവുകളാണ് ദൈവം അദ്ദേഹത്തിന് വാരിക്കരി കൊടുത്തത്. കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹം അഭിനയത്തിന്റെ കൂടെ തന്നെ നിർമ്മാണവും തിരക്കഥാകൃത്തും ഡബിങ് ആർട്ടിസ്റ്റും സംവിധാനവും എല്ലാം, പൊതുവേദികൾ, ഇന്റർവ്യൂസിൽ, അതുപോലെ തന്നെ പൊതുപ്രവർത്തനങ്ങൾ അല്ലെ, എത്രയോ നല്ല നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിരിക്കുന്നു. അതുപോലെയുള്ള ഒരു നടനിന്റെ വേർപാട് കണ്ണീരിൽ കൂടി മാത്രമാണ് ജനങ്ങളത് കണ്ടു നിന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു മഹാപ്രതിഭയുടെ വേർപാട് നമുക്കൊക്കെ അംഗീകരിക്കാനും അല്ലെങ്കിൽ ഉൾക്കൊള്ളുവാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മളെല്ലാം കണ്ടു നിന്നത്. വേദനയോടെ കണ്ണുനീരോടെയാണ് അതെല്ലാം കാണാൻ സാധിച്ചത്. അദ്ദേഹത്തിന്റെ ഇത്രയും കഴിവുള്ള ഒരു നടൻ, അദ്ദേഹത്തിന്റെ തനതായ ശൈലിയുടെ, അദ്ദേഹത്തിന്റെ ഹാസ്യാത്മകമായും അല്ലാതെ പക്വതയായിരുന്നുള്ള വാക്കുകളിലൂടെ അദ്ദേഹത്തിന് സമൂഹത്തിന് വളരെ മോട്ടിവേഷനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരിക്കലും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളോ അദ്ദേഹത്തിന്റെ വാക്കുകളോ ഒന്നും നമുക്ക് വിസ്മരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ മനസ്സിൽ മായാതെ മങ്ങാതെ മറയാതെ എന്നും തിളങ്ങുന്ന മുത്തുകളായി ശ്രീനിവാസന്റെ ആ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ തന്നെ തങ്ങി നിൽക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല.